മക്കളെ, മിഥുലാമിസാണ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. ക്രിസ്മസ് പരീക്ഷയിൽ ഓരോ ക്ലാസ്സുകളിലും നമ്മുടെ സൈലത്തിന്റെ വൻ വിജയമായിരുന്നു. നമ്മളെ ആ ഒരു വൻ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് നമ്മുടെ കുട്ടിമക്കളാണ്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഒരു അടിപൊളി സർപ്രൈസ് ആണ് ടീം സൈലം ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്. നമുക്ക് ദുബായിലേക്ക് ഒരു യാത്ര പോയാലോ? കേട്ടപ്പോൾ ഞെട്ടിയോ? അപ്പൊ ദുബായിലേക്ക് മാത്രമല്ല, കേരളത്തിൽ നിന്ന് ദുബായിലെത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. പക്ഷെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത് വെറുതെ അല്ല കേട്ടോ. ഇന്ത്യയുടെ ഗസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചു വരുന്നത്. അവിടെ നിന്ന് റിപ്പബ്ലിക് ഡേ പരേഡും കണ്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട മ്യൂസിയംസും ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ സന്ദർശിച്ച് പ്രൗഡായിട്ട് നമുക്ക് കേരളത്തിലേക്ക് തിരിച്ചു വരാം. യെസ്, നമ്മുടെ സൈലവും ഏഷ്യാനെറ്റും ചേർന്ന് നടത്തുന്ന പ്രൗഡ് ടു ബി ഇന്ത്യൻ എന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ ഒരു കാര്യം മാത്രമാണ്. സൗത്ത് സോണിലായി ഡിസംബർ 28-ാം തീയതി, നോർത്ത് സോണിലായി ജാനുവരി 4-ാം തീയതിയും നടക്കാൻ പോകുന്ന ഒരു എക്സാം. ഈ എക്സാം എൻ്റെ കുട്ടികളെ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ഈ എക്സാമിന്റെ റിസൾട്ട് വെച്ചിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന 10 പേർക്കാണ് ഈ പ്രൗഡ് ടു ബി ഇന്ത്യൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന QR കോഡോ യൂസ് ചെയ്യാവുന്നതാണ്. മക്കളെ, നിങ്ങളുടെ ലൈഫിൽ കിട്ടാൻ പോകുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണിത്. എൻ്റെ കുട്ടികൾ ആരും ഇത് മിസ് ചെയ്യരുത്. അത് മാത്രമല്ല, ഈ ഒരു പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും ഏറ്റവും മികച്ച സ്കൂളിനെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ സ്കൂളിൽ നിന്നും പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ എണ്ണവും അവരുടെ മാർക്കും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ ഒരു കാൽക്കുലേഷൻ നടത്തുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ പോരാ, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നമ്മുടെ ഈ ഒരു പ്രൗഡ് ടു ബി ഇന്ത്യൻ പ്രോഗ്രാം എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. നന്നായി പ്രിപ്പയർ തന്നെ പരീക്ഷ എഴുതണം. മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും ഒക്കെ നിങ്ങളിത് ഷെയർ ചെയ്തെത്തിക്കണം. അപ്പം നിങ്ങൾക്കൊരു സംശയം വരും അല്ലേ, മിസ് എക്സാം ഒക്കെ ഓക്കെ, പക്ഷെ എക്സാമിന് എന്തെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളൊന്ന് പഠിച്ചിട്ട് വരേണ്ടത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ സിലബസ് ഒന്ന് പരിചയപ്പെട്ടാലോ? മക്കളെ, 100 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഈ 100 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് 90 മാർക്ക് ലഭിക്കും. ഇതിൽ 20 മാർക്ക് ബയോളജി, 20 ഫിസിക്സ്, 20 കെമിസ്ട്രി, 20 മാത്തമാറ്റിക്സിൽ നിന്നാണ് വരിക. ഇനി ബാക്കിയുള്ള 20 ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററിയും GKയും കമ്പൈൻ ചെയ്തിട്ടാണ് കേട്ടോ. അങ്ങനെയാണ് ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് ഒന്ന് നോക്കാം. ഫിസിക്സിൽ നിന്ന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് മോഷൻ, ഗ്രാവിറ്റേഷൻ, വർക്ക് എനർജി, ഈ 3 ടോപ്പിക്സും ആണ്. ഇനി അടുത്തത് കെമിസ്ട്രിയിലേക്ക് വരുമ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം, നോൺ മെറ്റൽസ്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്, ഈ 4 ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കേണ്ടതുണ്ട്. ഇനി മാത്തമാറ്റിക്സിലേക്ക് പോവാം. റിയൽ നമ്പേഴ്സ്, പിന്നെ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്, അതേപോലെ ഏരിയ, സർക്കിൾസ്, സോളിഡ്സ്, പോളിനോമിയൽ, അതിൽ തന്നെ P of X, P of 1, P of -1, P of half, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ മാത്തമാറ്റിക്സിന്റെ? ഇനി നമുക്ക് ബയോളജിയിലേക്ക് പോവാം. സെൽ, ദ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്. ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സെൽസ്, അതേപോലെ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ ഓഫ് ന്യൂക്ലിയസ്, പിന്നെ ടൈപ്പ് ഓഫ് സെൽസ് പഠിക്കണം, സെൽ ഓർഗനൽസ്, സെൽ ഡിവിഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് വരിക. ഇനി സെൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ജനറൽ ടോപ്പിക്, ഇതിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇൻട്രൊഡക്ഷൻ ടു ടിഷ്യൂസ്, പ്ലാന്റ് ടിഷ്യൂസ്, ആനിമൽ ടിഷ്യൂസ്, ഓർഗനൈസേഷൻസ് ഇൻ ആൻ ഓർഗാനിസം, ഇത്രയുമാണ് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ സിലബസ് എന്ന് പറയുന്നത്. സിലബസ് ഒന്നും കണ്ട് എൻ്റെ കുട്ടികൾ ആരും പേടിക്കേണ്ടതില്ല. കാരണം ഓൾറെഡി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ടോപ്പിക്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു എക്സാമിന് ചോദിക്കുന്നുണ്ടാവുക. അപ്പോൾ ഒരു പേടിയും കൂടാതെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന ആത്മവിശ്വാസത്തോടു കൂടി ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. അതിനു മുമ്പേ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ ആരാണ് ഈ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്ന ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന് നമുക്ക് നോക്കിക്കാണാം. ഓൾ ദി ബെസ്റ്റ്.